വെൽക്കം ടു മൈ ചാനൽ കാലിക്കറ്റ് ഡയറി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എൻ്റെ നാടായ അത്തോളി പഞ്ചായത്തിലെ പൂമുള്ളി എന്ന പ്രദേശത്താണ്. ഇവിടെ ഒരാളുണ്ട്. വർഷങ്ങളായി പഞ്ചഗുസ്തി എന്ന കായിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ, രാജ്യത്തിന്റെ അഭിമാനമായ സജി ജോൺ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട സജി ചേട്ടൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. ഇങ്ങനെ വീട്ടിൽ തന്നെ വീട് തന്നെ വേറെ എങ്ങോട്ടില്ല. ഫുള്ള് ലീവാണ്. ഇന്ന് റെസ്റ്റാണ്. നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് കയറണം. ശരിയാ. ഞാനിപ്പോ വന്നത് ഇപ്പോ സജിച്ചേട്ടന്റെ ഒരുപാട് രാജ്യത്തിന് വേണ്ടി ഒരുപാട് ബഹുമതികളും പുരസ്കാരങ്ങളും നേടിയ വ്യക്തിയാണ് സജിച്ചേട്ടൻ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സജിച്ചേട്ടൻ അറിയുന്നവരും ഉണ്ട്, പക്ഷെ ഈ ഒരു പുരസ്കാരം നേടിയ വ്യക്തി നമ്മുടെ നാട്ടിലാണെന്ന് അറിയാത്തവരും ഉണ്ട്. അപ്പൊ അവരിലേക്ക് നമ്മളെ സജിച്ചേട്ടനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ, ജീവിതത്തെ പറ്റിയും ഇതുവരെ വന്ന വഴികളിലൂടെയുള്ള ഒരു യാത്ര, അതിനെ പറ്റി ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 10-18 വയസ്സിലൊക്കെ ഈ മത്സരങ്ങളൊക്കെ പങ്കെടുത്തോണ്ടിരുന്നു. പിന്നെ ഒരു 21-22 വയസ്സ് വരെ ചെയ്തു. അപ്പം ആദ്യത്തെ ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നാഷണലിലേക്ക്, സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പൈസകളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിന്റെ ഫുൾ ചെലവ് നമ്മൾ തന്നെയാണ് ഫസ്റ്റ് എടുക്കുന്നത്, ഈ മത്സരങ്ങൾക്കൊക്കെ പോകുന്നത്. പിന്നെ കോമ്പറ്റീഷൻ ജയിച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൈസ് മണി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ ഈ 10-21 വയസ്സിന് ശേഷം ജീവിതമായുള്ള വല്ലുംപിടിയായിരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ കാര്യങ്ങൾ, സ്പോർട്സ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചു. വീട്ടിലിപ്പം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ടില്ല. ചേട്ടൻ കല്യാണം കഴിച്ച് വേറെ മാറി താമസിക്കുന്നുണ്ട്. ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്നു. ആ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾക്കൊക്കെ പോകുന്നതും പണിക്ക് പോകുന്നു. വാർപ്പിന്റെ പണിയായിരുന്നു ആദ്യം, പിന്നെ അത് നിർത്തി ഇപ്പൊ പെട്രോൾ പമ്പിലായി. ഒരു വർഷമായിട്ടുള്ള പെട്രോൾ പമ്പിലായിട്ട്. അപ്പം 2021 മുതൽ രണ്ടാമത് ഞാൻ മത്സരങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങി. ചെറുപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനോടുള്ള ഒരു കമ്മ എന്ന് പറഞ്ഞാല് വീട്ടിലെ ചേട്ടൻപുള്ളി അത്യാവശ്യം ഒരു ബോഡി ബിൽഡറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് കണ്ടിങ്ങനെ നിൽക്കും. പിന്നെ അവനുമായിട്ടുള്ള ഒരു മത്സരം വെറുതെ പിടിച്ചു നോക്കും. അവന് ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പിടിച്ചു നോക്കും. ആ ഒരു പിടുത്തം എന്തായി ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ പപ്പയ്ക്ക് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. എന്തിനായാലും സ്പോർട്സിലേക്ക് പോകാന്ന് പറഞ്ഞാല് പുള്ളി. അതുപോലെ തന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്നതിലെ ഖോഖോയില് സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. ഖോഖോ ഗെയിംസിൽ ഞങ്ങൾ അത്തോളി സ്കൂളിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. ഞങ്ങൾ പഠിച്ചൊക്കെ അത്തോളി സ്കൂളിലായിരുന്നു. ഡിഗ്രി പ്രൈവറ്റ് ആണ്. ഡിഗ്രി 2 വർഷമേ പോയിട്ടുള്ളൂ. ഞങ്ങളോട് പിന്നെ ജീവിതത്തിലേക്കുള്ള പണികളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പഠിക്കാൻ പറ്റില്ല, പപ്പയ്ക്ക് അസുഖമായി. പപ്പയ്ക്ക് ക്യാൻസർ ആയിരുന്നു. പിന്നെ ആ അസുഖം വെച്ച് കുറെ കാലം അങ്ങനെ അതുകൊണ്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്ന് വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ചെറിയ വീടൊക്കെ ആയി. ചേട്ടൻപുള്ളിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അസുഖം ജാസ്തിയായി. പിന്നെ അത് കുടുംബത്തിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ ലക്ഷ്യങ്ങളെ ഇല്ലെങ്കിൽ നമ്മൾ അന്നൊക്കെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും സ്പോർട്സ് മേഖലയിലായാലും കയറി പോകുമായിരുന്നു. അത് കിട്ടിയില്ല, നമുക്ക് ഭാഗ്യമില്ല. ദൈവം അത്രയും അനുഗ്രഹം തന്നിട്ടുള്ളൂ. ദൈവത്തിന് ഒരിക്കലും കുറ്റം പറയാനില്ല. ദൈവം നമ്മളെ കൈ പിടിച്ചാൽ ഇത്രയും വരെ. ഈ ഒരു പ്രായത്തിൽ ഈ പ്രാവശ്യത്തെ മത്സരത്തിന് എന്ന് പറഞ്ഞാല് ഞാന് അതിനുശേഷം പപ്പയമ്മയും മരിച്ചു. അതിനുശേഷം 2021 മുതൽ രണ്ടാമത് പ്രാക്ടീസ് തുടങ്ങാറ്. അപ്പൊ നമ്മുടെ ചേട്ടൻപുള്ളി തന്നെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്തത്. ചേട്ടൻപുള്ളിയുടെ 2 മക്കള്, നോബിളും മെർവിനും. അവർ രണ്ടാളും നോബിള് ബോക്സിങ്ങിലും ഒക്കെ എടുക്കണമായിരുന്നു. മെർവി ബോക്സിങ്ങിലൊക്കെ എടുക്കണമായിരുന്നു. നോബിളാണ് പിന്നെ അത്യാവശ്യം പഞ്ചഗുസ്തിക്കൊക്കെ ഇറങ്ങിക്കൊണ്ട്. പിന്നെ മെർവിയും പഞ്ചയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ അവരെന്നെ ചിറ്റപ്പ ഒന്ന് ഇറങ്ങി നോക്കാം. അവരെന്നെ ചിറ്റപ്പാന്നാണ് വിളിക്കുന്നത്. ചിറ്റപ്പ ഒന്ന് ഇറങ്ങി നോക്കും, മത്സരിച്ച് നോക്കുന്ന നോക്കാം. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് പ്രാക്ടീസ് ഒക്കെ എടുത്തു. ആദ്യം 2021 ഡിസ്ട്രിക്റ്റിൽ പോയി. അവിടെ തോറ്റു. ഫസ്റ്റ് ചലഞ്ച് തോറ്റു. പിന്നെ സെക്കൻഡ് ചലഞ്ചിൽ 2ാമത്തെ വർഷത്തില് ഡിസ്ട്രിക്റ്റില് ഗോൾഡ് അടിച്ചു. അപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇവരവിടെ പ്രാക്ടീസ് ചെയ്ത് അപ്പൊ അവര് പറഞ്ഞു കിട്ടും, ശ്രമിച്ചു നോക്കി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കൂടെ തന്നെ പോയി കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് ചാമ്പ്യനായി. ലെഫ്റ്റും റൈറ്റും ചാമ്പ്യനായി. പിന്നെയാണ് സ്റ്റേറ്റിൽ പോയി, സ്റ്റേറ്റിലും കിട്ടി. പക്ഷെ ആ വർഷം നാഷണലിൽ എനിക്ക് കിട്ടിയില്ല. നാഷണലിൽ ഞാൻ തോറ്റു. നാഷണലിൽ ഞാൻ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അങ്ങനെ പോകുന്നു. നാഷണൽ ഒരു മെഡലും ഇല്ല. പിറ്റേത്തെ വർഷം, അതായത് 2021-2022 കഴിഞ്ഞ് 2023 ഡിസ്ട്രിക്ട് ചാമ്പ്യനായി, സ്റ്റേറ്റ് ചാമ്പ്യനായി, നാഷണൽ ചാമ്പ്യനായി. അതായത് ശ്രമം ഒരിക്കലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവരൊക്കെ കുറേശ്ശെ പുറകോട്ട് പോയാലും ഞാൻ എന്ത് ചെയ്തില്ല, അത് നിർത്തിയില്ല. എനിക്കൊരു വാശി പോലെ കിട്ടണം, എന്നെ അടിച്ച ആൾക്കാരെ ഒന്ന് തോൽപ്പിക്കണം എന്നുള്ള മാനസികാവസ്ഥയിൽ കളിച്ചുകൊണ്ടിരുന്നു. 2024 ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും അടിച്ചു. ശരി. അപ്പൊ വേൾഡ് പോകാനുള്ള പൈസ അന്നില്ല.
അത് ഈ ഫണ്ടൊക്കെ നമ്മളെ ഈ പഞ്ചായത്ത് മുഖേന അല്ലെങ്കിൽ ഈ ജില്ല ഒന്നുമില്ല, എല്ലാവരോടും പറയും നമ്മള് ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി എല്ലാവരോടും പറയും. പക്ഷെ എല്ലാവരും ചെയ്യാന്ന് പറയാന്നല്ലാതെ ആരും എന്ത് ചെയ്തില്ല. ഇതുവരെ അങ്ങനത്തെ അപ്പൊ പഞ്ചായത്തിൽ നിന്നോ കേരള സോഴ്സസിൽ നിന്നും വലിയ സഹായമൊന്നും കിട്ടിയിട്ടില്ല. അത് കൂടാതെ ഇപ്പൊ നമ്മൾ പറയാന്നല്ലാതെ കണ്ട് നമുക്കിപ്പോ പിന്നെ ഇതുവരെ പൈസ അങ്ങനെ ആരോടും എന്ത് ചെയ്തില്ല. ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് മുമ്പ് വരെ ഞാൻ പൈസ ആരോടും ചോദിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞു നമ്മളെ നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരത്തിൽ പോകുന്നുണ്ട്, എങ്ങനെയാന്ന് പറഞ്ഞു. അടിച്ചു വന്നു കഴിയുമ്പോൾ ജയിച്ചു വന്നു കഴിയുമ്പോൾ പറയും ഞാൻ ജയിച്ചിട്ടുണ്ട്, നാഷണൽ ആണ്, സ്റ്റേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഫണ്ട് നമുക്ക് വേണം, നല്ലൊരു ഫണ്ട് വേണം. ഞാൻ ഈ പ്രാവശ്യം വേൾഡിന് പോകാൻ വേണ്ടി 1.25 ലക്ഷം രൂപ വേണമായിരുന്നു. ഞാൻ എനിക്ക് പഞ്ചാബിലായിരുന്നു അതിന്റെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നത്. പഞ്ചാബിൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് വന്ന 1 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ വേൾഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഉണ്ടാവുക. അപ്പം പഞ്ചാബില് പോയി അതടിച്ചു വന്നു. പിന്നെ വേൾഡിലേക്കുള്ള പ്രാക്ടീസും എന്ന് പറഞ്ഞാൽ പിന്നെ വെയിറ്റ് കൂടാൻ പാടില്ല. ഞാൻ 70 കിലോ കാറ്റഗറിയിൽ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ 70 കിലോ കാറ്റഗറിയിൽ ഇറങ്ങുന്നതാണ്. അപ്പം വെയിറ്റ് കൂടി കഴിഞ്ഞാൽ 70-100 ആയി കഴിഞ്ഞാൽ 80ന്റെ ക്ലാസ്സിൽ ഇറങ്ങണം. അതൊക്കെ നമ്മളെ വെയിറ്റിന് ഒക്കെ വരും. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിറ്റാമിൻ ഇതും അങ്ങനെയൊക്കെ കഴിക്കണം. നമുക്ക് അതൊന്നും കഴിക്കാനുള്ള നമ്മള് സാമ്പത്തികം ഇല്ല. കാരണം എന്താ വെച്ചാല് ട്രെയിൻ ചെയ്യുമ്പോൾ അതുപോലത്തെ ഭക്ഷണവും കൈക്കും കാലിലും കൈക്ക് വേദന ഇല്ലാത്ത രീതിയിലും അസുഖങ്ങളൊന്നും വരാത്ത രീതിയിലൊക്കെ നമ്മളങ്ങനെ പോകണം. പക്ഷെ നമ്മളുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിച്ചു പോരും. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച്? അസർബൈജാനിലായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ശരി. അപ്പം ഏഷ്യൻ സെലക്ഷൻ കിട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു വേൾഡിൽ പോകാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ പണിയെടുക്കുന്ന ആ പമ്പില് മുതലാളിയോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. കുറച്ച് പൈസ ഞങ്ങൾ സഹായിക്കാൻ നീ നോക്കിപ്പോന്ന് പറഞ്ഞു. സപ്പോർട്ട് കിട്ടി, ഫസ്റ്റ് സപ്പോർട്ട് അങ്ങനെ കിട്ടി. എന്നാല് എനിക്കൊരു മനധൈര്യം പോരാ. കാരണം 1.25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ പള്ളിയിലച്ഛൻ പുതുതായിട്ട് പള്ളിയിലച്ഛൻ കയറിയത്. കുമിള്ളി പുഴയുടെ പള്ളിയിലച്ഛൻ കയറി വന്നിട്ട് നമ്മളാദ്യമായി കാണുകയാണ് പള്ളിയിൽ. ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഞായറാഴ്ച ലീവുള്ള സമയത്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ, അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ പോകാറില്ല. അച്ഛൻ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഈ പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകണം, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും, നിന്നെ ദൈവം അനുഗ്രഹിച്ചു തോന്നുന്നു. അതും ഒരു എനർജിയായി. പള്ളി നമുക്ക് ഒരാൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കൂടുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പ്രാക്ടീസ് കൂട്ടി. അങ്ങനെ ആ ഒരു പിടുത്തത്തിന്റെ മുകളിൽ പിന്നെ ഞാൻ പരിശ്രമിച്ച് നോക്കി. അപ്പൊ നോക്കിയപ്പോൾ എങ്ങനെ പള്ളിയിലൊക്കെ അച്ഛൻ അനൗൺസ്മെന്റ് ചെയ്തു. കുറച്ച് സഹായം പള്ളിയിലും കിട്ടി, കുറച്ച്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 1.25 എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാവരും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-40 റുപ്യ എല്ലാവരും കൂടി തന്നു. ബാക്കി ഞാൻ എന്റെ EMI എടുത്താ. 2 EMI ലോൺ എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പിന്നെ ഒരു മനസ്സിനൊരു ഇതായി എന്തായാലും പോണം എന്നുള്ളത്. കാരണം ഫസ്റ്റ് ടിക്കറ്റിന്റെ പൈസ, വിസയ്ക്കുള്ള പൈസ കൊടുത്തു. പിന്നെ 2ാം ഗഡു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള എൻട്രി ഫീസ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ടിക്കറ്റില്ലേ പിന്നെ വേണ്ടു. അതിന് പൈസ കൊടുക്കാണ്ടിരുന്നെങ്കിൽ 2 പൈസ നഷ്ടമായി പോകും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും. പിന്നെ കുറെ ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഞാനൊന്ന് വാത്തോളി പഞ്ചായത്തിലെ മെമ്പർമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് കേട്ടോ, എനിക്കൊരു എല്ലാവരും കൂടി ഒന്ന് നമുക്ക് എല്ലാം വീടുകളിലൊക്കെ കയറിയിട്ട് ഒന്ന് പറഞ്ഞാല് ഒരാള് ഒരു 50 രൂപ വെച്ചോ 100 രൂപ വെച്ചോ കിട്ടിയാൽ അത് വലിയൊരു സംഭാവനയാണത്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് സമയമായപ്പോൾ ആരും ഉണ്ടായില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം ഈ പള്ളിയിലെ സപ്പോർട്ട് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ആരാധനാലയങ്ങളില് കിട്ടുന്ന ശേഖരിക്കുന്ന ഫണ്ടുകളൊക്കെ കൂടുതൽ അവിടെ ചെലവഴിക്കാനും അവിടുത്തെ ഉന്നമനത്തിന് അത്തരം കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. പക്ഷെ പള്ളിയിൽ സപ്പോർട്ട്. പിന്നെ പള്ളിയിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളി ചെറിയൊരു പള്ളിയല്ലേ, വലിയ പള്ളി, കുറച്ച് ആളുകളുള്ള ഒരു പള്ളിയല്ലേ. അപ്പൊ പള്ളിയിൽ നമുക്ക് വലുതായിട്ട് ഇത് പറയാനും പറ്റില്ല. അപ്പൊ പിന്നെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും, പുറത്തുനിന്നുള്ള സപ്പോർട്ട് എല്ലാവരും. പിന്നെ ഇത് അറിയുന്ന ആളുകൾ മുഴുവനും പറഞ്ഞു എന്തായാലും നീ പങ്കെടുക്കണം, പങ്കെടുത്തേ പറ്റൂ. പിന്നെ അതിന് വാശിയായി, ചലഞ്ചായി, അങ്ങനെ കയറി. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴേ അറിയുന്നത് വരുന്ന ടീമുകൾ കുറെ ഉണ്ട്. ഇത്രയല്ല, നമ്മളെക്കാളും നമ്മുടെ ശരീരത്തിനേക്കാളും വലിയ വലിയ ശരീരങ്ങളും കൈകളുള്ള ടീമുകളാണ് വരുന്നത്. ഒരു മെഡൽ പ്രതീക്ഷ ഇല്ലാതെയാ പോകുന്നത്. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ അതിനു മുമ്പേ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ പതാക പുറത്തു പോയി പൊക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദേശീയ പതാക നമ്മളൊന്ന് പിടിക്കുക, പൊക്കുക എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം വേറെയാണല്ലോ. അതൊരു ഇതിന്റെ പൈസ കൊടുത്താലും കിട്ടാത്തൊരു സാധനം. അങ്ങനെ അവിടെ ഞാൻ ഫസ്റ്റില് റൈറ്റ് ഹാൻഡിന് ലെഫ്റ്റ് ഹാൻഡിനാ പിടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ എനിക്ക് 4ാം സ്ഥാനമാണ് കിട്ടിയത്. അപ്പൊ ആ ഒരു ആഗ്രഹം എനിക്ക് മങ്ങിപ്പോയി, ഭയങ്കര സങ്കടമായി. വെച്ചാല് 4ാം സ്ഥാനം വരെ ഒരു 3ാം സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ കൊടിയൊന്ന് പിടിക്കാമല്ലോ എന്നുള്ള സങ്കടത്തിൽ ആ ഫസ്റ്റ് ഡേ ഞാൻ പോകുന്നത്, ആ മത്സരത്തിന്റെ ഫസ്റ്റ് ഡേ ഞാൻ പോകുന്നത്. റൂമിലെത്തി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം
റൈറ്റ് ഹാൻഡിനുള്ള പിടുത്തം വരുന്നത്. ദൈവം സഹായിച്ച് റൈറ്റ് ഹാൻഡിന് എനിക്ക് കിട്ടി. 3ാം സ്ഥാനം കിട്ടി. അപ്പൊ 3ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റേജിൽ കയറാം, നമ്മുടെ ഇന്ത്യയുടെ പതാക വെക്കാം എന്നുള്ള ആഗ്രഹം. അത് ആ സന്തോഷം വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ പേരൊന്ന് വേൾഡിൽ വിളിച്ചു പറയുക, സത്യം, അത് വിളിച്ചു പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യല്ലേ. നമ്മളെ അറിയാത്ത ഒരാള് നമ്മുടെ പേര് വേൾഡിൽ വിളിച്ചു പറയല്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ആ ഒരു പേരും ഇതും കിട്ടി. അങ്ങനെ ആ ഒരു മെഡലും വാങ്ങിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് സ്വീകരണം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പമ്പിലേക്കാണ് വന്നത്. പെട്രോൾ പമ്പിൽ ഞാൻ പണിയെടുക്കുക. അവിടെ എനിക്ക് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ കൂടി എനിക്ക് സ്വീകരണം ഒരുക്കി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ കുറുവാള് സ്റ്റുഡൻസി എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അവര് ഒരു ചെറിയ സ്വീകരണം തന്നു. പിന്നെ അത്യാവശ്യം ഇപ്പൊ സ്വീകരണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് അമ്പലങ്ങളിലും പല പരിപാടികളിലും, ഇങ്ങനെ പള്ളിയിലെ അമ്പലത്തിൽ ഉദ്ഘാടനത്തിന്, സ്പോർട്സ് ഉദ്ഘാടനത്തിന്. പിന്നെ ഇപ്പം ഈ അടുത്ത ദിവസം പിന്നെ 30-ാം തീയതി അത്തോളെ സ്കൂളിലെ കുട്ടികൾക്കൊന്ന് വ്യായാമത്തിന്റെ ഒരു കുറച്ച് ട്രെയിനിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനുവരി 10-ാം തീയതി ഉറവില് ഫുട്ബോൾ, 7 ഫുട്ബോളിന്റെ ഉദ്ഘാടനത്തിന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനിടയ്ക്കെന്ന് വെച്ചാൽ അത്തോളി കണ്ണിപ്പോയിലുള്ള ഒരു ടീം എന്നെ അന്വേഷിച്ച് വന്നു. അത് ഞാൻ പോയായിരുന്നു, അവര് വിളിച്ചായിരുന്നു. അവര് കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അറിയുന്നതിനേക്കാൾ കൂടുതൽ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ആളുകൾ അറിയുന്നുണ്ട്. അവരാണ് എന്റെ താമസിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നും മെയിനായിട്ടൊന്നും. ഈ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ആയിട്ട് കൂടുതൽ അടുപ്പുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവർ കൂടുതലും പിന്നെ അവിടെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് പിള്ളേര്. അതായത് എന്റെ താഴ്ന്ന ഏജിൽ നമ്മൾ പൊമ്പുപോലെ പരിചയം, നമ്മൾ താമസിച്ച അവിടെ പരിചയമുള്ള അവിടെ അവരെനിക്ക് ഒരു കൂട്ടായ്മ പോലെ ഈ പൈസയിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ അവരെ കൊണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അന്നാരെ കണ്ണൻ തന്നാലാവുക എന്ന രീതിയിൽ അവർ കുറേശ്ശെ പൈസ തന്നു. അന്നേ പോകുമ്പോൾ പറഞ്ഞു ഞങ്ങളെ കൂടെ ഇത്രേ ആവുള്ളൂ സാഹചര്യം. ഇത് ഇത് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ സത്യേട്ടനൊക്കെ നല്ല, പിന്നെ സത്യമാഷ് അങ്ങനെ അവര് ഒക്കെ എല്ലാവരും കുറേശ്ശെ സപ്പോർട്ട് കിട്ടി. അതാ ഞാൻ പറഞ്ഞ മൊത്തം ഒരു 50 രൂപയോളം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി 1.25 ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക എടുത്തിട്ടാ പോയത്. പിന്നെ അത്രയും ദിവസത്തെ പണിയും പോയി എന്റെ. അല്ല, ഇത് പല കായിക അതായത് ഇത്തരം മത്സരങ്ങളില് പങ്കെടുക്കുന്ന പല ആൾക്കാരെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ്. സപ്പോർട്ട് ഇവർക്ക് ആർക്കും ശരിക്കും പറഞ്ഞാല് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഞാൻ പറയാം, എനിക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ മെഡൽ അടിച്ച് ഞാൻ വന്നപ്പോ പറഞ്ഞപ്പോ ഇവിടെ സ്റ്റേറ്റിലെ മെഡൽ അടിച്ച ആൾക്കാർ, സ്റ്റേറ്റിലല്ല ഡിസ്ട്രിക്റ്റിലെ മെഡൽ അടിച്ച ആൾക്കാരെ പഞ്ചായത്ത് വിളിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അത് ശരി. ഒരു നാഷണൽ മെഡൽ അടിച്ച എന്നെ ഒരു പഞ്ചായത്തിലേക്ക് വിളിക്കുക ഒന്നും ഒരു ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പഞ്ചായത്തല്ല, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പല്ല, അതിന് കാരണം അങ്ങനെ അതിനോട്ട് ഞാൻ അത്രയും അവരോട് പറയുകയും ചെയ്തു. ഞാൻ പോകുന്ന വെച്ചാൽ ഞാൻ അറിയുന്ന പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. ആ പഞ്ചായത്തിൽ കുറെ ആളുകൾ എന്റെ കൂടെ പഠിച്ച ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം ഞാനിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും സങ്കടകരമായ സംഭവം അതാ. കാരണം ഒരു നാഷണൽ ആണോ ഒരു ഡിസ്ട്രിക്ട് ആണോ ഏറ്റവും വലുത് എന്നുള്ളത്. പിന്നെ അതുപോലെ നാഷണൽ കഴിഞ്ഞ് ഞാൻ വേൾഡ് കഴിഞ്ഞ് വന്നിട്ട് പോലും എന്നെ എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്തില്ല. അതെ, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ആയിട്ടുള്ളൂ. ഞാൻ നവംബർ 2-ാം തീയതിയോടുകൂടി ഞാൻ വേൾഡ് കഴിഞ്ഞ് വന്നതാ. അപ്പൊ ഒക്കെ ഭരിക്കുന്ന ഒരു സംഘടന ആയാലും ഏത് പാർട്ടിയായാലും സ്പോർട്സ് കാര്യത്തെ അവര് വേൾഡ് പോയി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് രാജ്യത്തിന്റെ അഭിമാനമാണല്ലോ. രാജ്യത്തിന് വേണ്ടിയല്ലേ മത്സരിക്കുന്നത്. വന്നിട്ട് പോലും എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇവിടെ കൂമ്പള്ളി ഡിവൈഎഫ്ഐന്റെ സ്വീകരണം എനിക്ക് കിട്ടിയത്. പാർട്ടിക്കാർ സ്വീകരണം തന്നു എന്ന് പറയുന്നത് അത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ. ഡിവൈഎഫ്ഐന്റെ സ്വീകരണം പാർട്ടിനെ ഇന്ന പാർട്ടി തരണം ഇന്ന പാർട്ടി തരണ്ടെന്നല്ല. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൽ വിളിച്ച് ഞാൻ പോയി, പള്ളിയിൽ വിളിച്ച് ഞാൻ പോയി, അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതെ, ഈ കായികം എന്ന് പറഞ്ഞാൽ അതിൽ മതമില്ല, ജാതിയില്ല. നമ്മൾ ചിലപ്പം നമ്മൾ വിചാരിക്കാതെ ഒരു ഇതിൽപ്പെട്ട ആളായിരിക്കും നമ്മളൊരു കൈപിടിച്ച് പൊക്കുന്നത്. സത്യം. അപ്പൊ നമ്മൾ ആ സ്പോർട്സ് മേഖല ഞങ്ങൾ ചിന്തിച്ചിട്ടേ കാര്യമില്ല. പിന്നെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ സങ്കടം പറയും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അധ്വാനിച്ച് എത്ര രാവും പകലും നമ്മൾ അധ്വാനിച്ചിട്ടാണെന്ന് അറിയോ ഒരു മേഖലയിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത്. എന്നെ പോലത്തെ ഓരോ കായിക താരങ്ങളും എത്ര മാസങ്ങൾ ട്രെയിൻ ചെയ്യണം. ഒരുപാട്. ഒരിക്കലും ഭക്ഷണം ഓവർ കഴിച്ച് വെയിറ്റ് ആവരുതെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കുറയ്ക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് പട്ടിണി എടുക്കും. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ വെയിറ്റ് കൂടുതലാണ്. പക്ഷെ അന്നേരം ക്ഷീണം വൈകുന്നേരം കളിക്കാൻ പറ്റില്ല. പിന്നെ കളിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം. 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണ്ടായി എനിക്ക്, രാത്രി 9 മണിയാവും ഇറങ്ങാൻ. അപ്പൊ ഇതിന്റെ ഇടയിൽ കളിക്കാനുള്ള ഒരു ടൈം കൂടി എന്ത് ചെയ്യണം,
കണ്ടുപിടിക്കണം. അപ്പൊ ഉറക്കത്തിന്റെ ടൈമിൽ പോകും. എല്ലാം ഭക്ഷണവും ഉറക്കമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടല്ലേ പോകുന്നത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പോയിട്ട് അപ്പോൾ ചോദിക്കും കഷ്ടപ്പെട്ട് പോകുന്നത് നിങ്ങൾക്കുള്ള മെഡലല്ലേ? അതല്ലല്ലോ. നമ്മള് ഈ സ്പോർട്സിനോട് എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചാണ് ആൾക്കാർ നമ്മളോട് ഇതാവേണ്ടത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ അത് അറിഞ്ഞിട്ടും അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഡിലീറ്റ് ആയി കളഞ്ഞു. അവർക്ക് പിന്നെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസന്റ് കൊടുക്കുന്നൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടാത്തതെങ്കിൽ അവര് തന്നില്ല എന്നുള്ളതല്ല, എനിക്ക് തരണമെന്ന് ഞാൻ പറയും. നമ്മളല്ല ഏതൊരു വ്യക്തിക്കും കൊടുക്കേണ്ട ഒരു അംഗീകാരം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ തന്നെ. ഇനിയിപ്പോ മുന്നോട്ടുള്ള ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് ഡിസ്ട്രിക്റ്റിൽ ഇനി മത്സരിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ഉണ്ട്, മുന്നോട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, നാഷണൽ ഉണ്ട്. നാഷണൽ പങ്കെടുക്കണം. എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് മെഡൽ അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്രാവശ്യം ഒരു ബ്രൗൺസ് അടിച്ചാൽ ഇന്ത്യ ദേശീയഗാനം കൂടി എന്നിൽ നിന്ന് പുറം രാജ്യത്ത് കേൾപ്പിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇനി എന്റെ പ്രാക്ടീസ് എങ്ങനെയാവുമോ, ദൈവത്തിന്റെ അനുഗ്രഹം എന്താണോ, ദൈവം എന്താണോ തന്നു കഴിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്റെ ദൈവം എന്നെ കാത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വിശ്വാസം എന്നും. കാരണം ഞാൻ 4ാം സ്ഥാനം നിന്ന സമയത്ത് എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു. അത്ര വിഷമം ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ പോകുന്നത് നമ്മുടെ കൈയിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ മിസ്സായി പോകുമ്പോഴാണ് പോകുന്നത്. അടിക്കാം, പക്ഷെ കാരണം ഞാൻ ഇവിടുന്ന് പോകുന്ന ടെൻഷനായിട്ടാ. സാമ്പത്തികം ഭയങ്കര പ്രാധാന്യം, മാനസിക സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ അടിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. എന്തായാലും സഹിച്ചതിന്റെ ഇത്തരം അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം അല്ലെ സച്ചേട്ടനൊപ്പം ഞങ്ങളുണ്ടാവും. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സഹിച്ചേട്ടനും എന്നും ഉണ്ടാവട്ടെ. ഇതുപോലെ സഹായങ്ങളും ഇതുപോലെ നിങ്ങളെ പോലുള്ള കുറെ ആളുകൾ വന്നാൽ മാത്രമേ ഇനിയും സ്പോർട്സ് കാര്യങ്ങൾക്ക് വളർന്ന് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. സഹിച്ചേട്ടാ ഓക്കെ, വളരെ നന്ദി. പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാർക്ക് എന്നും പ്രിയപ്പെട്ട ആളാണ്. നിഷ്കളങ്കായ മനുഷ്യനാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ എല്ലാവരെയും സപ്പോർട്ടും സ്നേഹവും സഹിച്ചേട്ടൻ എന്നും ഉണ്ടാവണം.